കേരളത്തിന്റെ ടൂറിസം സാധ്യതകൾക്ക് പ്രതീക്ഷയുടെ ചിറകുകൾ നൽകുന്ന സീ പ്ലെയിന്റെ പരീക്ഷണ പറക്കൽ അല്പസമയത്തിനകം ഉണ്ടാകും. ഇപ്പോൾ ടൂറിസം മന്ത്രി കൂടിയായ പി എ മുഹമ്മദ് റിയാസ് ഔപചാരികമായി ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് കേരളത്തിന്റെ ടൂറിസം സാധ്യതകൾക്ക് വലിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ടാണ് സീ പ്ലെയിൻ ഇപ്പോൾ കേരളത്തിൽ എത്തിയത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയായിരുന്നു സീ പ്ലെയിൻ കേരളത്തിലെത്തിയപ്പോൾ ഇതാ അതിൻ്റെ ആദ്യ പരീക്ഷണ പറക്കലിനായി തയ്യാറെടുക്കുകയാണ്. മന്ത്രി രാജീവ്, ഒപ്പം മുഹമ്മദ് റിയാസ് തുടങ്ങിയവരൊക്കെ ആദ്യ പറക്കൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡാനി ഇപ്പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, എന്തായാലും കേരളത്തിന്റെ ടൂറിസം വാനോളം ഉയരുകയാണ്, അങ്ങനെ തന്നെ പറയാം. കാരണം പുതിയ പ്രതീക്ഷകളുമായാണ് സീ പ്ലെയിൻ ഇന്നലെ ഇവിടെ കേരളത്തിലെത്തിയത്, കൊച്ചിയുടെ കായൽ പരപ്പുകളിലെത്തിയത്. അല്പസമയത്തിനകം എന്തായാലും പരീക്ഷണ പറക്കൽ ഉണ്ടാകുമല്ലേ? അല്പസമയത്തിനകം തന്നെ ആ പരീക്ഷണ പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ്. കാരണം ഇപ്പോൾ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഇവിടേക്ക് നീങ്ങിയിരിക്കുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ്, പി രാജീവ്, അതോടൊപ്പം തന്നെ ശിവൻകുട്ടി തുടങ്ങിയവരടക്കം, മേയർ അനിൽകുമാർ തുടങ്ങിയവരടക്കം ഇങ്ങോട്ട് നീങ്ങുന്നുണ്ട്. അവരുമായിട്ടായിരിക്കും ആദ്യഘട്ടത്തിൽ ഒരു ഡെമോ എന്ന രീതിയിൽ ഒരു പറക്കൽ നടത്തിയതിനു ശേഷം തിരിച്ച് ഈ ബോൾഗാട്ടി മറീനയിലേക്ക് തന്നെ വിമാനം എത്തും. ഇതിനുശേഷമായിരിക്കും മാട്ടുപ്പെട്ടിയിലേക്ക് തിരിക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് ടൂറിസത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ചുവടുവയ്പ് തന്നെയാണ് ഇത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം പലതവണ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ചർച്ചകളും നടന്നിരുന്നുവെങ്കിലും പലപ്പോഴും അത് പൂർണ്ണമായിട്ടും ഫലപ്രാപ്തിയിലേക്ക് എത്താനായിട്ട് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ റീജിയണൽ കണക്ടിവിറ്റി പ്രോഗ്രാം ഉഡാൻ എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സീ പ്ലെയിൻ പദ്ധതി ഇപ്പോൾ പ്രാവർത്തികമാകുന്നത്. ഗുജറാത്തിൽ നിന്ന് ആന്ധ്രാപ്രദേശിലേക്കും, ആന്ധ്രാപ്രദേശിൽ നിന്ന് ഇപ്പോൾ കേരളത്തിലേക്കും എത്തിയിരിക്കുന്നു. ഇന്നലെ ഇവിടെ എത്തിയ വിമാനം ഇന്നിപ്പോൾ മാട്ടുപ്പെട്ടിയിലേക്കുള്ള യാത്രയുടെ ഒരു തുടക്കത്തിലാണ്. അതിന് മുന്നോടിയായിട്ട് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ടുള്ള ഒരു ഡെമോ എന്ന രീതിയിലേക്ക് ഒരു പറക്കൽ നടത്തുന്നു. അതാണ് നമ്മളിപ്പോൾ കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിമാനം വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ നമ്മൾ നൽകിയതാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. കാരണം കൊച്ചിയുടെ ഒരു ബാക്ക് വാട്ടർ, അതിന്റെ ഒരു സൗന്ദര്യം വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയാണ്. ചുറ്റുപാടും ഉള്ള ഒരു ജലാശയങ്ങൾക്കപ്പുറം നഗരം ഒരു വലിയ രീതിയിലേക്ക് വളരുന്നു. അതിനിടയിലേക്കാണ് കൊച്ചിയുടെ ഏറ്റവും സുന്ദരമായ ഈ മറൈൻ ഡ്രൈവിന്റെ കാഴ്ചകൾക്ക് ഒപ്പം നിന്നുകൊണ്ട് ഒരു വിമാനം അതിന്റെ ജലാശയത്തിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. ഇവിടെ നേരത്തെ ബോൾഗാട്ടി മറീനയുടെ ഒരു സൗകര്യാർത്ഥം അത് അന്ന് വികസിപ്പിച്ചെടുത്ത ഒരു ഭാഗമാണ്. അതിപ്പോൾ ഈ ഒരു ടൂറിസത്തിന് കൂടി, ഇപ്പോൾ സീ പ്ലെയിന് കൂടി അത് ഉപയുക്തമാകുന്ന രീതിയിലേക്ക് അടക്കം മാറിയിരിക്കും. ഇങ്ങനെ ദീർഘവീക്ഷണത്തോടെ നടപ്പാക്കിയ ഒരു പദ്ധതിയുടെ പൂർണ്ണമായൊരു പ്രയോജനം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അടക്കം കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നതാണ്. ഇവിടെ എത്തുന്നത് 13 സീറ്റുകളുള്ള വിമാനമാണ്, സീ പ്ലെയിൻ വിമാനമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കനേഡിയൻ കമ്പനിയാണ് ഇത് നടപ്പാക്കുന്നത്. ഇവിടെ സ്പൈസ് ജെറ്റിന്റെ സഹകരണത്തോടു കൂടിയാണ് ഈ പദ്ധതി പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത്. ഇത് ഇന്നലെ തന്നെയും ഇവിടേക്ക് എത്തിയ വിനോദ സഞ്ചാര മേഖലയിലെ സംരംഭകർ സഹർഷം ഈ പദ്ധതിയെ സ്വാഗതം ചെയ്തിരുന്നു. കാരണം ഇത് കേരളത്തിന്റെ ഈ ഒരു വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിന് വലിയ രീതിയിൽ തന്നെ മുതൽക്കൂട്ടാകുന്ന ഒരു പദ്ധതി തന്നെയാണെന്ന് അവർ പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഇത്തരം ഒരു പദ്ധതി ഈ ഹോട്ടൽ മേഖല, ടൂറിസം മേഖല എന്നിവയുടെ സഹകരണത്തോടുകൂടി എല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതാണ്. 13 പേരെ വഹിക്കാൻ കഴിയുന്ന ഒരു പ്രൊജക്റ്റാണ് ഇപ്പോൾ ഇതിൽ വിമാനമാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അത് വലിയ രീതിയിൽ അത് വിനോദസഞ്ചാര മേഖലയിൽ മുതൽക്കൂട്ടാകും. കാരണം ഇതിന് തുടർച്ചകൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കി മന്ത്രി അല്പം സമയം സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഇനിയും കൂടുതൽ വിമാനങ്ങൾ എത്താനോ അതോ ഈ പരീക്ഷണ പറക്കലിന് ശേഷമുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ചതിന് ശേഷം കൂടുതൽ പേരിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതിന്റെ ഒരു പരീക്ഷണ പറക്കലിന് മുന്നോടിയായുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.
അവിടെ ഇതായതുകൊണ്ട് സീ പ്ലെയിൻ കേരളത്തിൽ പറന്നിറങ്ങിയപ്പോൾ തന്നെ ചരിത്ര നിമിഷത്തിനായിരുന്നു ഇന്നലെ കൊച്ചി സാക്ഷ്യം വഹിച്ചത്. എന്തായാലും ജലാശയങ്ങളെയും വിമാനത്താവളയും ബന്ധിപ്പിച്ചുള്ള സീ പ്ലെയിൻ പദ്ധതിയുടെ പരീക്ഷണ പറക്കലിനെത്തിച്ച വിമാനം അല്പസമയത്തിനകം പരീക്ഷണ പറക്കലിന് തയ്യാറാകും. കരയിലും കായലിലും പറന്നിറങ്ങാനും പറന്നുയരാനും ഈ സീ പ്ലെയിനിന് സാധിക്കും. ചെറുവിമാനങ്ങളെയും ജലാശയങ്ങളെയും ബന്ധിപ്പിക്കുക എന്നതാണ് സീ പ്ലെയിൻ പദ്ധതിയുടെ ലക്ഷ്യം തന്നെ. എന്തായാലും മന്ത്രി മുഹമ്മദ് റിയാസ് അല്പസമയം മുൻപാണ് പദ്ധതി ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഇനി ഉടൻ തന്നെ പരീക്ഷണ പറക്കൽ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് സീ പ്ലെയിൻ പദ്ധതി കേരളത്തിൽ എത്തിയത്. കേരളത്തിന്റെ ടൂറിസത്തിന് പുതിയ നാഴികക്കല്ലാകും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ചരിത്രം കുറിച്ചുകൊണ്ടാണ് സീ പ്ലെയിൻ ഇന്നലെ കേരളത്തിൽ എത്തിയത്, കൊച്ചിയുടെ കായൽ പരപ്പിൽ എത്തിയത്. എന്തായാലും സീ പ്ലെയിൻ പരീക്ഷണ പറക്കൽ മാട്ടുപ്പെട്ടിയിലെത്തുന്നതോടെ ചരിത്രമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ഒരു വിമാനം തടാകത്തിൽ ഇറങ്ങുന്നത്. റോഡ് മാർഗം യാത്ര ചെയ്യാതെ കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നുമൊക്കെ നേരിട്ട് പറന്നിറങ്ങാമെന്നത് വിദേശ വിനോദസഞ്ചാരികളെ ഇടുക്കിയിലേക്ക് വലിയ തോതിൽ ആകർഷിക്കുമെന്ന കണക്ക് കൂട്ടുന്നത് നേരത്തെ മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കം പറഞ്ഞിരുന്നു. അപ്പോൾ ഇടുക്കിയെ സംബന്ധിച്ചും വലിയ സന്തോഷം നൽകുന്ന, ടൂറിസം മേഖലയിൽ മികച്ച സാധ്യതകൾ നൽകുന്നൊരു പദ്ധതി കൂടിയാണ്. ഇപ്പോൾ ഇതാ പരീക്ഷണ പറക്കലിന് തയ്യാറാവുകയാണ് മന്ത്രി പി രാജീവും മുഹമ്മദ് റിയാസ് അടക്കമുള്ളവരെല്ലാവരും ഇപ്പോൾ ആ വിമാനത്തിലേക്ക് കയറുകയാണ്. അല്പസമയത്തിനകം ടേക്ക് ഓഫ് ഉണ്ടാകും. അല്പസമയത്തിനകം ഇടുക്കിയിലേക്ക് പറന്നുയരും നമ്മുടെ സീ പ്ലെയിൻ